Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ലാസ്റ്റ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബ്ലഡ് ബാങ്കില് കേട്ടോ. എല്ലാവരും ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്ത് വെച്ചോ. ഓക്കെ. When is blood transfusion needed? എപ്പോഴാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ആവശ്യകത വരുന്നതെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോണേ. ഇൻഡിവിജ്വൽ മേ റിക്വയർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ വെറൈറ്റി ഓഫ് റീസൺ. വെറൈറ്റീസ് ഓഫ് സം ഓഫ് ദം ആർ. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരാനുള്ള റീസൺസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചിലപ്പോൾ ആക്സിഡന്റ്സോ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ ആയിട്ട് പേഷ്യന്റ് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യുന്ന ഇടാം. ഓക്കെ, ഇഞ്ചുറി ഒക്കെ വന്നിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. അതേപോലെ സർജറിയുടെ ഒക്കെ ഭാഗമായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഇനി ഡൈജസ്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബ്ലീഡിങ്, അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബ്ലീഡിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ അങ്ങനെ ബ്ലീഡിങ് ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രിഫർ ചെയ്യാറുണ്ട്. അതേപോലെ പിനിയാന്ന് പറയുന്ന ഒരു രക്താർബുദത്തിന്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. നമ്മുടെ ബോഡിയിൽ ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസിന്റെ അഭാവം മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി, അതേപോലെ മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാറുണ്ട്. ഇനി ലിവർ പ്രോബ്ലംസ്, പേഷ്യന്റിൽ ലിവർ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ? ബ്ലഡ് ഡിസോർഡേഴ്സ്, ബ്ലഡിൽ എന്തെങ്കിലും എന്താ പറയുക അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഡയാലിസിന്റെ ഒക്കെ ഭാഗമായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ത് ചെയ്യാറുണ്ട്? പേഷ്യൻസിന് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ബ്ലഡ് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്ലഡ് ബാങ്ക് മാനേജർ. നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആര്? ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ജോബ് റെസ്പോൺസിബിലിറ്റി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് ദ ഹെഡ് ഓഫ് എൻറ്റയർ ബ്ലഡ് ബാങ്ക്. നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ മൊത്തം ഹെഡായിട്ട്, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിന്റെ ഹെഡ് ടോപ്പ് മാനേജ്ഡ് ആയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറയുന്നത്. ഹെഡ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. He or she is at the helm of daily operations at ബ്ലഡ് ബാങ്ക്. നമ്മുടെ ബ്ലഡ് ബാങ്കിലെ ഡെയിലി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ചെക്കിംഗ് എക്സ്പെൻസസ്, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്, വർക്കിംഗ് വിത്ത് ഹാർഡ് പാർട്ടി സർവീസ്. നമുക്ക് എത്ര ചെലവ് വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുക്കാൻ പിടിക്കുക, അതിനു വേണ്ടിയിട്ട് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ള അർത്ഥമുണ്ട്. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്താം. അത് വർക്കിംഗ് വിത്ത് ഹാൻഡ് പാർട്ടി സർവീസ്, അതേപോലെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആരാണ്? നമ്മളുടെ ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിങ് ദ ടാസ്ക് ഓഫ് പേഴ്സണൽസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടേക്ക് ബ്ലഡ് ബാങ്കിലേക്ക് ആവശ്യമുള്ള സ്റ്റാഫ്സിനെ സെലക്ട് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള ഗൈഡ് ലൈൻസും ടാസ്കും പറഞ്ഞു കൊടുക്കുക. Then supervise and lead newly hired staff on work they do and implement different rules and regulations of the company. എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റൽസ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പുതിയ സ്റ്റാഫ്സിന് ആവശ്യത്തിനുള്ള സൂപ്പർവൈഷനും, അതേപോലെ അവർക്ക് ആവശ്യമുള്ള ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ബ്ലഡ് മാനേജറുടെ ഉത്തരവാദിത്തമാണ്. He also oversee and assess the gross performance of staff. സ്റ്റാഫുകളുടെ ഗ്രോസ് പെർഫോമൻസ് എന്ത് ചെയ്യും? നോക്കിക്കാണും, അത് അസസ് ചെയ്യും, അദ്ദേഹം ചെയ്യും. കൂടാതെ നമ്മൾ ബ്ലഡ് ബാങ്കിൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാറുണ്ട്, ഫയൽസ് കീപ്പ് ചെയ്യാറുണ്ട്. ഇതെല്ലാം പ്രോപ്പർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? കീപ്പ് ചെയ്യുന്നത്. അപ് ടു ഡേറ്റ് ആണ്, പ്രോപ്പർലി സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്?
ബ്ലഡ് ബാങ്ക് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഹി ഓൾസോ ഓവർസീ and assess the gross performance of the staff and ensure the files record are updated and properly stored. അപ്പൊ എന്താണ് നമ്മുടെ ഫയലും റെക്കോർഡൊക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുന്നതാണ് ബ്ലഡ് ബാങ്ക് മാനേജറാണ്. അപ്പാർട്ട് ഫ്രം മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ, അത് സ്പെല്ലിംഗ് തെറ്റാണ്. ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, the blood bank manager is also responsible for developing central programs such as blood donation month. നമ്മൾ ബ്ലഡ് ബാങ്കിലെ സ്റ്റാഫുകൾ മാത്രം മാനേജ് ചെയ്യുക എന്നത് കൂടാതെ ബ്ലഡ് ബാങ്ക് മാനേജർക്ക് ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. ഈ സെൻട്രൽ പ്രോഗ്രാംസ് ബ്ലഡ് ബാങ്ക് റിലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസുകളൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. എന്നാണ് ഇത് എന്താ പറയാ ബ്ലഡ് ഡൊണേഷൻ ഡേ അറിയാവോ? ബ്ലഡ് ഡൊണേഷൻ ഡേ എന്നാണ്. അപ്പോ അറിയോ, ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ബ്ലഡ് ഡൊണേഷൻ ഡേ. നടന്നുപോയി എല്ലാവരും? ഓക്കെ, ജൂൺ 14th ബ്ലഡ് ഡൊണേഷൻ ഡേ. ജൂൺ 14th. അപ്പോ ജൂൺ മാസം നമുക്ക് ബ്ലഡ് ഡൊണേഷൻ മന്ത് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് ആചരിക്കാനോ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാനോ സെലക്ട് ഒക്കെ ചെയ്യാം. അങ്ങനെ ആവശ്യമുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ആൾക്കാർ എന്ത് ചെയ്യും, ബ്ലഡ് ഡൊണേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാനും അവെയർ ആവാനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനൊക്കെ മുൻകൈ എടുത്ത് വരും. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്, ബ്ലഡ് ബാങ്ക് മാനേജർക്ക് ഉണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് സാധാരണയായിട്ട് ബ്ലഡ് ബാങ്ക് മാനേജർ ചെയ്യാറ്. ഫസ്റ്റ് പറഞ്ഞു നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ ഹെഡാണ്. നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ചുക്കാൻ പിടിക്കുന്ന ആരാണ്, ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. എക്സ്പെൻസ് ചെക്ക് ചെയ്യുക, ഇൻസ്പെക്ഷൻസ് നടത്താൻ, അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ബ്ലഡ് ബാങ്കിലേക്ക് ആവശ്യമുള്ള സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക, അവർ വർക്ക് ചെയ്യുന്നിടത്ത് സൂപ്പർവൈസും അവർക്ക് ലീഡും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്ക് മാനേജർ ചെയ്യുന്നത്. ദെൻ നമ്മളുടെ സ്റ്റാഫുകളുടെ പെർഫോമൻസ് എന്ത് ചെയ്യും, അസസ് ചെയ്യും. അത് കൂടാതെ നമ്മൾ ബ്ലഡ് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡുകളും ഫയലുകളും അപ് ടു ഡേറ്റ് ആണ്, പ്രോപ്പർലി സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, ബ്ലഡ് ബാങ്ക് മാനേജറിനെയാണ്. ഇതെല്ലാം കൂടാതെ അദ്ദേഹം നമ്മുടെ ബ്ലഡ് ബാങ്ക് മാനേജർക്ക് വേറെ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക, സെൻട്രൽ പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം, ബ്ലഡ് ഡൊണേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുക, ബ്ലഡ് ഡൊണേഷൻ മന്ത് സെലിബ്രേറ്റ് ചെയ്യാം. അതുവഴി ബ്ലഡ് ഡൊണേഷനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് മറ്റുള്ള പേഷ്യൻസ് അല്ല മറ്റുള്ള വ്യക്തികളിലേക്ക് എത്തിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്, ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തമായിട്ടാണ് കണക്കാക്കുന്നത്. ഒന്ന് നോക്കി എല്ലാവരും വായിച്ചു നോക്കിയ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബ്ലഡ് ബാങ്ക് മാനേജർ. വായിച്ചു നോക്കിയ എല്ലാവരും? വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് എൻഷുർ ചെയ്യുന്നുണ്ട്, ഉറപ്പ് വരുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് ഒരുപാട് ടെസ്റ്റ് ചെയ്യണം, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് ചെയ്യണം, അതേപോലെ ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ടെസ്റ്റ് ചെയ്യണം, ബ്ലഡിൽ കാര്യങ്ങൾ ചെയ്യണം, HIV ഉണ്ടോ, എയ്ഡ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് POC വന്നിട്ടുള്ള പേഷ്യന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്, ബ്ലഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. Then verify incident forms relating to transfusion reaction, proper maintenance of record. അപ്പൊ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന് വേണ്ടി എടുത്തത് ഇന്ന കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്, അതിന് ഇൻഫ്ലുവൻസ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്.
ഇനി നമ്മുടെ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡും ബ്ലഡിന്റെ കമ്പോണൻസും സേഫ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്, നമ്മുടെ ബ്ലഡിന്റെയും ബ്ലഡ് പ്രൊഡക്റ്റും പ്രോപ്പർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ബ്ലഡ് ബാങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യാനായിട്ട്. നോക്കട്ടെ, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെന്റ് is controlled by well trained and qualified persons. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വെൽ ട്രെയിൻഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം കൺട്രോൾ ചെയ്തിട്ട്. മേക്ക് അറേഞ്ച്മെന്റ് ഫോർ മീറ്റിംഗ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. ഇനി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അകത്ത് ബ്ലഡ് ബാങ്കിന്റെ അകത്ത് എന്തെങ്കിലും സ്റ്റാഫുകൾ തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യും സെറ്റിൽ ചെയ്യേണ്ടത് ഉത്തരവാദിത്തം ആർക്കാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് അവർ എന്ത് ചെയ്യാം, എൻഷുർ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? ഇതോടുകൂടി നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററും കൂടി കഴിഞ്ഞു. ദെൻ നമ്മൾ മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആക്കി, മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആക്കി, മൊഡ്യൂൾ 2 സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി പറയണോ? നമ്മള് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡ് നമ്മൾ ബ്ലഡ് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് അതിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്, ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും കംപ്ലീറ്റ് ആയി. നിങ്ങൾക്കറിയാം എക്സാം വരാണ് അല്ലെ? എക്സാമിന്റെ ഡേറ്റ് ഒക്കെ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ പഠിച്ചൊക്കെ തുടങ്ങി എല്ലാവരും? നോക്കട്ടെ കേട്ടോ. ഓക്കെ, അത് ആന്റി ഹീമോഫിലിക് ഫാക്ടർ ആണ്. നമ്മുടെ പ്ലാസ്മയിലുള്ള ആ ക്ലോട്ടിംഗ് ഫാക്ടർ, അതാണ് ഈ ആന്റി ഹീമോഫിലിക് ഫാക്ടറിന്റെ ക്രയോപ്രസിസ്പീഡ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ക്ലോട്ടിംഗ് ഫാക്ടർ പ്ലാസ്മ, portion of plasma that contain clotting factor that helps control bleeding. നമ്മുടെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാവുന്ന ആ ക്ലോട്ടിംഗ് ഫാക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രയോപ്രസിസ്പേറ്റ് അല്ലെങ്കിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാം എടുക്കാണ്. നമുക്കൊരു റിവിഷൻ പോലെ നോക്കിയാലോ? പിന്നെ നമ്മളെടുത്ത ചാപ്റ്ററിനൊക്കെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്താലോ? ഓക്കെ ആണോ? എല്ലാവരും ഒരു കാര്യം ചെയ്യും, എല്ലാവരുടെയും PDF, ഞാൻ എടുത്തിട്ടുള്ള PDF ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ബുക്ക് എടുക്കാനായിട്ടൊന്ന് മിസ്സായി പോയി. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം കേട്ടോ, ഒരു മിനിറ്റ്. എല്ലാവർക്കും ഓർമ്മയില്ല ഞാൻ ഏത് ചാപ്റ്ററാണ് ആദ്യം എടുത്തത്? ഏത് ചാപ്റ്റർ ആയിരുന്നു ആദ്യം എടുത്തത്, ഫസ്റ്റ് എടുത്തത്? ടെർമിനോളജി അല്ല, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ് ഞാൻ ആദ്യം എടുത്തത് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം.
ഭൂമിക ഒന്ന് പറഞ്ഞേടാ, ഞാൻ വോയിസ് ഇതാക്കാട്ടോ. മ്യൂട്ട് മാറ്റാ. എനിക്കിപ്പോ ക്ലിയർ ആയില്ല മോനെ, എന്താ പറഞ്ഞത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താന്ന് മനസ്സിലായില്ല. ഭൂമിക ഒന്ന് പറയോ ഭൂമിക? ഫസ്റ്റ് മൊഡ്യൂളിന്റെ അകത്ത് 2 ചാപ്റ്റർ എടുക്കാനുണ്ട്, അതുപോലെ സെക്കൻഡ് മൊഡ്യൂളിന്റെ അകത്ത് 5 ചാപ്റ്റർ എടുക്കാനുണ്ട്. അപ്പൊ അത് പരീക്ഷയ്ക്ക് വരില്ലേ? ഫസ്റ്റ് മൊഡ്യൂളിന്റെ അടുത്ത് 2 ചാപ്റ്റർ എടുക്കാനില്ല. നിങ്ങളുടെ കയ്യിലെ സിലബസ് എന്താണ്? 11ാമത്തെ ചാപ്റ്റർ ഡിസ്ചാർജ് പ്രോസസ്. എടാ ഒരു മിനിറ്റ്, നിങ്ങൾക്ക് സിലബസ് മാറിപ്പോയിരിക്കണേന്ന്. പുതിയ റിവൈസ് ചെയ്ത സിലബസ് പ്രകാരം ഡിസ്ചാർജ് പ്രോസസ് 3rd മൊഡ്യൂളിലേക്ക് പോയിട്ടുണ്ട്, ഫസ്റ്റ് മൊഡ്യൂളിലല്ല. മോന്റെ കയ്യിലിരിക്കുന്ന സിലബസ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ സിലബസ് അവൈലബിൾ ആണ്, അതൊന്ന് എടുത്തൊന്ന് നോക്കാവോ? അതിൽ കറക്റ്റ് ആയിട്ട് ചാപ്റ്റർ വൈസ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങള് ചാപ്റ്റർ ഒക്കെ മിസ്സായിട്ട് പറയല്ലേ, ഞങ്ങൾക്ക് ടെൻഷൻ അടിച്ചു പോകും. കാരണം എത്ര ടൈം കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തത്. സെക്കൻഡ് മൊഡ്യൂളിൽ 5 ചാപ്റ്റർ ഒക്കെ പറയുമ്പോ എക്സാം ആയി, എക്സാം കാര്യങ്ങളൊക്കെ പോവാ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി പോകും. ഞാനൊക്കെ പേടിച്ചു പോയി. കാരണം മോന്റെ കയ്യിലിരിക്കുന്ന മൊഡ്യൂള് പഴയതാണ്. നമുക്ക് അത് അവർ പറഞ്ഞതിനനുസരിച്ച്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞതിനനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് റിവൈസ്ഡ് സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സിലബസ് റിവൈസ്ഡ് ആയിരിക്കുള്ളൂ കേട്ടോ. അത് ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. ഓക്കെ ഓക്കേടാ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ് നമ്മള് ഫസ്റ്റ് എടുത്ത ചാപ്റ്റർ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. On the basis of size, the hospitals are classified into dash. Options പറയാം. A small hospital, B mid-sized hospital, C large hospital, D all of them. All of them. All of them. Okay. Next term. The hospital with approximately having 30 to 100 beds. The hospital with approximately having Mid-sized hospitals. Mid-sized hospital. Mid-sized. No, mid-sized hospital. Okay. Dash hospitals are offer multi-speciality and super speciality services. Dash Large okay, large hospital. The government system, the primary health centers are the hospital that provide dash care. Primary small size. Primary care. Primary care. PHC stands for. PHC stands for. Primary health care. Primary health center. Okay. Mendel Hospital is an example of dash hospital. Mendel Hospital is Long term. long stay hospital. Okay. Long stay hospital. According to system of medicine, the system is okay. The classified into dash. Ayurveda, homeopathy, Unani. സിസ്റ്റം ഓഫ് മെഡിസിൻ പ്രകാരം എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള നമ്മളുടെ ഹോസ്പിറ്റൽസിനെ? 4 ആയിട്ടല്ലേ? 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് അലോപ്പതി, അത് പറയാൻ മിസ്സാക്കില്ല. യുനാനി 4 അത് നിങ്ങൾ വിട്ടുപോവല്ലേ. പിന്നെ എയിംസിന്റെ ഫുൾ ഫോം All India Institute of മെഡിക്കൽ സയൻസ്. ഓക്കെ. ഏകദേശം കുഴപ്പമില്ല. ചാപ്റ്റർ എളുപ്പല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എളുപ്പമാണ്. നല്ല രീതിയിൽ പഠിക്കുക. 2-3 പ്രാവശ്യം റീഡ് ചെയ്യുക. അപ്പൊ തന്നെ എക്സാമിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് റീഡ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും.
നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ്. ഓപ്ഷൻസ് ആണ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ ബി സി എ ആൻഡ് ബി, ഓപ്ഷൻ ബി നൺ ഓഫ് ദിസ്. Okay. Department work around the clock are called dash hospitals. The dash department work around the clock are called dash hospitals. Emergency department. Okay. Casualty insurance. Outpatient department run for a dash time during the day. Outpatient department runs for a dash time in the specific time. Specific time. Correct idea. Specific time during the day. Okay. Casualty department is also known as dash. Option A. എന്താണ്? Critical care unit. Emergency Accident and emergency. department. അല്ല. accident and emergency. Accident and emergency department, casualty, അതേപോലെ തന്നെ AE ഡിപ്പാർട്ട്മെന്റ് AE ചോദിക്കാറുണ്ട്, AE പറയാറുണ്ട്, AE ഡിപ്പാർട്ട്മെന്റ് പറയാറുണ്ട്. ഓക്കെ. Cardiology department deals with the problems of dash organ of the human body. Human heart. Human heart. Circulation. Human heart. Dash deals with the surgical treatment of heart and blood vessels. Dash deals with the surgical treatment of heart and blood vessels. Cardiovascular surgery, cardiac surgery, open heart surgery, all of them. Cardiovascular. All of them are. Dash is the medicine that is administered by an anesthesiologist, a medical doctor, through a mask or an IV cannula placed in the vein. ഏത് അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ മതി. General anesthesia. General anesthesia can be classified into dash. Three types. Local anesthesia, general anesthesia. ഒരു question. Okay, correct. Dash specialty that care for the patient with the acute life-threatening illness. Dash. Critical care. Intensive care unit. critical care unit. Options. Intensive care unit, intensive treatment unit, critical care unit. All of them. That's it. Rheumatology is the science that deals with the diagnosis and treatment of diseases of dash. And option A, skin, option B, nail, and all of this. All of this. All of This. Okay. The doctor who is trained in medical and surgical treatment of ear, nose, throat, and the related structure of the head and neck is generally refers to dash. ENT. ENT surgeon. Otolaryngologist. Okay. ENT specialist. ENT specialist. All of the above എന്നാണ് അതിന് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ all of the above ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. Dash blocks sensation in the small or specific part of the body. Dash blocks the sensation in the small or specific part of the body. Regional anesthesia. ഒന്ന് ആലോചിച്ചിട്ട് വരാം. Specific small or specific part of the body. Local anesthesia and answer it. Local anesthesia and answer.
മാം ആ 3 അനസ്തേഷ്യ ഒന്ന് പറഞ്ഞുതരുമോ? എന്താണ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു 3 അനസ്തേഷ്യ. അത് 3 അനസ്തേഷ്യ പറഞ്ഞുതരാം. നമുക്ക് 3 ടൈപ്സ് അനസ്തീഷ്യാസ് ആണ് സാധാരണയായിട്ടുള്ളത്. ജനറൽ അനസ്തീഷ്യ, നമ്മുടെ ബോഡി ഫുൾ ആയിട്ട് പാരലൈസ്ഡ് പോലെ ആക്കുന്ന ഒരു അനസ്തീഷ്യ ജനറൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. ലോക്കൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെന്റിസ്റ്റ് ഒക്കെ നമുക്ക് ലോക്കൽ അനസ്തീഷ്യ തരാറ്. നമ്മുടെ ഈ മോണയിലൊക്കെ ചെറുതായിട്ട് ഒരു അനസ്തീഷ്യ കൊടുക്കും. ആ ഒരു പാർട്ടിലേക്ക് ഉള്ള സെൻസേഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യും, ഭാഗികമായിട്ട് ചെറിയ പാർട്ടിലേക്ക് മാത്രമുള്ള സെൻസേഷൻ നമുക്ക് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. റീജിയണൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക് പോർഷൻ, നമ്മുടെ ബോഡിയുടെ സ്പെസിഫിക്, ശരിയാണല്ലോ ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, സ്പെസിഫിക് ഏരിയാസ് പാർട്ടിലേക്കുള്ള സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി മാത്രം എന്ത് ചെയ്യും, അനസ്തേഷ്യ കൊടുക്കും. ആ ഒരു പാർട്ടിലേക്കുള്ള ഫുൾ സെൻസേഷൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ബ്ലോക്ക് ചെയ്യും. ഞാനപ്പോ ഒരു ഇമേജ് കാണിച്ചാണ് നിങ്ങൾക്ക് അനസ്തേഷ്യ പറഞ്ഞത്. വീണ്ടും ആ ഒരു ഇമേജ് കാണിക്കാം, അത് മറക്കരുത് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ജനറൽ അനസ്തീഷ്യ ആണ്, റീജിയണൽ അനസ്തീഷ്യ ആണ് പിന്നെ കാണിക്കുന്നത്, പിന്നെ ലോക്കൽ അനസ്തീഷ്യ. ലോക്കൽ അനസ്തീഷ്യ ഏറ്റവും ചെറിയ നമ്മുടെ ബോഡിയുടെ ഏറ്റവും ചെറിയ പാർട്ടിലേക്ക് കൊടുക്കുന്ന അനസ്തീഷ്യ. ഓക്കെ, ആരാ ഡൗട്ട് ചോദിച്ചത്? ഓക്കെ മാം, ക്ലിയർ. കുഴപ്പമില്ലല്ലോ, നോക്കട്ടോ. ഡാഷ് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. ഡാഷ് ബ്ലോക്ക് ദ സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയ ഓഫ് ദ ബോഡി. ലോക്കൽ അനസ്തേഷ്യ. ഏതാണ്? ലോക്കൽ അനസ്തേഷ്യ. ലോക്കൽ അനസ്തേഷ്യ. ക്ലിയർ ആയല്ലോ അപ്പൊ അത്. ഇനി വിച്ച് മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻസ്. ഹോർമോൺസും എന്താണ്? Okay, correct. The medical specialty focus on providing care for acute health needs of elderly ആയിട്ടുള്ള വ്യക്തികൾക്കുള്ള Geriatrics. Okay. Medical specialty that deals with the prevention, diagnosis, and the treatment of adult diseases are called dash. General medicine. General medicine. GP stands for. GP stands for. General physician. ജനറൽ പ്രാക്ടീഷണർ. General practitioner. ജനറൽ പ്രാക്ടീഷണർ. General practitioner. Okay. Which is the super specialty that deals with the diagnosis and management of the patient suffering from disorder of the liver. Yes. Hepatology. Which Hepatology. department with the diagnosis and treatment of conditions that affect esophagus, stomach, small intestine, large intestine, liver, pancreas, etc. Gastroenterology. Gastroenterology. Okay. The specialty that deals with the problems directly or indirectly connected with the reproductive system. Another question. The specialty that problems directly or indirectly connected with the reproductive system. Option A, gynecology. Option B, obstetrics. Option C, infertility. Option D, all of this. All of the above. All of them on. Dash is a surgical specialty dealing with the care of mother and child before, during, and after childbirth. Obstetrics. Dash is the branch of medicine that deals with the diagnosis,
and treatment of disorder of human nervous system. Neurology. Dash focus on diagnosis and treatment of disease that affect the kidney. Nephrology. Nephrology. The field of oncology are dash. മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? ക്യാൻസർ. ക്യാൻസർ. Cancer. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓങ്കോളജിയുടെ മെയിൻ ആയിട്ടുള്ള മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, റേഡിയോളജി ഓങ്കോളജി ആൻഡ് ഓൾ ഓഫ് ദ എബോവ്. Which department deals with the investigation and treatment of the problems of female reproductive system? Which department? Gynecology. Gynecology. Okay, gynecology. Dash department deals with the investigation and treatment of eye problems of adult and children. General. Pediatrics. ശ്രദ്ധിക്കും. Department deals with the investigating and treatment of eye problems of adult and children. Ophthalmology. Dash are experts in diagnosis and treatment, defects in eyes movement and vision disorder. Ophthalmology. അയ്യല്ലോ. നോക്കാം. Dash is a subspecialty that provide medical care to newborn child, especially pre or premature newborn infant. Neonatology. Neonatology. NICU യുടെ full form. NICU യുടെ full form. Neonatal Intensive care unit. Neonatal intensive. Dash is a branch of medicine that deals with the diagnosis, treatment, prevention of emotional behavior or cognitive disorder. Psychiatry. Dash is the branch of medical specialty that deals with the diagnosis and treatment of disease of lungs or respiratory system. Pulmonology. Pulmonology. Pulmonology is also known as dash. മൂന്ന് പേര് പറയും. ഏതൊക്കെയാണെന്ന് പറയാം. Medicine. Medicine. All of them are the function. Dash is the branch of medicine that focus on surgical and medical disease of male and female urinary tract system. Urology. Primary function of medical laboratories to perform dash. ഒന്നും കൂടി മാം. The primary function of clinical laboratories to perform dash. Record keeping, lab test, housekeeping, sterilization. Question clear ആയില്ല മാം. Primary function of clinical laboratory. Clinical laboratory. Clinical laboratory primary function, lab test. Lab test. CSSD full form. Central Sterile Supply. This department. Dash department handles recording and maintain all the record of inpatient as well as outpatient. Dash department. ഏതാണ്?
മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. MRD. Department handles the financial aspect of the hospitals. Financial department. Okay. Dash also contains organizing and supporting the patient total medical care during the episode of illness in the hospital. Administration. Correct ആണ്. Sound disturbance. ഓക്കെ, ഞാനത് വോയിസ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ മെസ്സേജ് അയച്ചാൽ മതി ആൻസർ കേട്ടോ. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന്. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. സൗണ്ട് ഡിസ്റ്റർബൻസ് കുഴപ്പമില്ല, നമുക്ക് വരുന്നതാണ്. ജസ്റ്റ് എല്ലാവർക്കും അത് ഓക്കെ ആയിരിക്കില്ല. നെക്സ്റ്റ് നമ്മൾ എടുത്തത് മെഡിക്കൽ ടെർമിനോളജി ആണ്. മെഡിക്കൽ ടെർമിനോളജിയിൽ എന്താണ് മെഡിക്കൽ ടെർമിനോളജി, എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ്, എന്താണ് റൂട്ട് വേർഡ്സ്, അതേപോലെ എന്താണ് ഷോർട്ട് ടേം വേർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. ദെൻ നമ്മൾ ടിക്ക് ചെയ്തിട്ടുള്ള പ്രിഫിക്സുകളും അതേപോലെ സഫിക്സുകളും പഠിക്കാം കേട്ടോ. ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മാറി മാറി എല്ലാ പ്രാവശ്യം ചോദിക്കും. നമുക്ക് അതുകൊണ്ട് ഇതായിരിക്കും ചോദിക്കാന്ന് പറയാനായിട്ട് പറ്റൂല. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളത് ടിക്ക് ചെയ്തെല്ലാം നല്ല രീതിയിൽ അത് പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് എടുത്ത ചാപ്റ്റർ എന്താണ്? ഡയാലിസിന്റെ ചാപ്റ്റർ ആയിരുന്നു ഞാൻ എടുത്തത് അല്ലെ? ടിക്ക് ചെയ്ത് മാത്രം ചോദിക്കുള്ളൂ മോനെ. ടിക്ക് ചെയ്ത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനി ഡയാലിസിന്റെ ചാപ്റ്റർ ആണ് എടുത്തത്. വിച്ച് ഓർഗൻ ദാറ്റ് പ്യൂരിഫൈ the blood. Chapter 8 ആണ്, module 2 chapter 8. Which kind of treatment that remove the extra fluid and waste from blood? Which kind of treatment that ഓക്കെ, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ് കേട്ടോ, സോറി. അപ്പോ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? വിച്ച് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ദാറ്റ് റിമൂവ് എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് ഫ്രം ബ്ലഡ്. അത് ഡയാലിസിസ് ആണ്. ഇനി ഏതാണ് AKI? ഫുൾ ഫോം ഓഫ് AKI. ഫുൾ ഫോം ഓഫ് AKI आणि ESKD end stage kidney failure. അതാണ് അടിച്ച് ടൈപ്പ് ചെയ്ത് end stage kidney failure എന്ന്. ഫെയിലിയർ അല്ല, സോറി, end stage kidney disease. Okay. Types of dialysis. Which are the types of dialysis? 3. ഏതൊക്കെയാണ്? 2 ആണ്.
3 ഉണ്ട്. പേര് പറ. ഹീമോ പറഞ്ഞൂടെ? അത് ഹീമോഡയാലിസിന്റെ മെത്തേഡ്സ് ആണ്. AV ഗ്രാഫ്റ്റിംഗ് ടെസ്റ്റിലേക്കാം. ഹീമോഡയാലിസിസ്, പെരിറ്റോണൽ ഡയാലിസിസ്, പിന്നെ അക്യൂട്ട്, പിന്നെ അവസാനത്തെ ഏതായിരുന്നത് കണ്ടിന്യൂസ് റെൻഡർ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഓക്കെ, ഇനി ഇതിപ്പോ ഈ ടൈപ്സ് ഓഫ് ഇതിന്റെ ടൈപ്സ് ഫുൾ ഫോമുകൾ എല്ലാത്തിനെയും പഠിച്ചു വെക്കണം. കേട്ടല്ലോ? ഫുൾ ഫോംസ് പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ എന്തുവാണ് acute renal failure means dash. എന്നിട്ട് ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. Acute renal failure means dash. Patient who have sudden loss of kidney function. Patient have permanently lost the kidney function. Kidney which need continuous dialysis for the rest of your life. None of the above. Option A ആണ് എല്ലാവർക്കും കിട്ടി. Next, which of the following is not the function of kidney? Kidney function അല്ലാത്ത ഒരെണ്ണം പറയാം. Remove extra water and waste. Control the blood pressure. Control the level of chemical elements in blood. Synthesize plasma of protein. The vitamin that activates for absorption of calcium B. Calcium B യുടെ absorption, sorry, കാൽസ്യത്തിന്റെ അബ്സോർഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വൈറ്റമിൻ ഡി. ഓക്കെ, കറക്റ്റ്. വിറ്റാമിൻ ഡി. വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്? ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡയാലിസിസ് എന്ന് പറയുന്നത് ഏതാണ്? ഏത് ടൈപ്പാണ്? കീമോണ്. A doctor who specialized in kidney problem. A doctor who specialized in the kidney problems. Nephrologist. A surgical connection between an artery and a vein. AV grafting, vascular access catheter, AV fistula. AV fistula ആണ്. ഫുൾ ഫോംസ് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? Which of the following is not included in the after effect of HB? ഹീമോഡയാലിസിന്റെ ആഫ്റ്റർ എഫക്ട് അല്ലാത്തത് ഏതാണെന്നാണ് പറയുന്നത്. Hypertension or blood pressure, muscular spasm, stoppage in your vascular access site, weight gain. ഏതാ പെടാത്തത്? What is the full form of HAI? HAI, full form of HAI. HAI full form. Okay. An average person carry almost dash liter of blood. An average person carry almost dash liter of blood fiber. The process of transferring blood from one person to another is called dash. The process of transferring blood from one person to another is called transfusion. WHO stands for. WHO stands for World Health Organization. BTO stands for. BTO stands for
ഫസ്റ്റ് പി അല്ല മോനെ, BTO. Capital letter BTO. Videos നീ ആരാന്ന് ചോദിക്കുന്നത്? Blood transfusion officer ആണ്. Okay. Which blood group is known as universal donor? ഞാൻ ഇടയ്ക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. Which blood group is also known as O? Which blood group is also known as universal recipient? A. ഏത് ആർച്ച് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്റ്റന്റ്? AB പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? AB പോസിറ്റീവ്. ഏത് ആർച്ച് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ? O നെഗറ്റീവ്. Dash cells transport oxygen to the tissue in all the tissues to the body. എല്ലാ ടിഷ്യൂലേക്കും ഓക്സിജൻ എത്തുന്നത് RBC. A condition in which the blood does not have enough healthy RBC. RBCയുടെ അത്ര ഹെൽത്തി ആയിട്ടുള്ള RBC നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ അതിനൊരു കണ്ടീഷൻ പറയും. ഡെഫിഷ്യൻസി ഓഫ് RBC അനീമിയ. ഓക്കെ. Which blood cells provide immunity in the human body? WBC. HIV stands for HIV stands for okay. Which blood cells help the blood clotting? Which blood cells helps in blood clotting? ഏത് blood cells ആണ് blood clot ചെയ്യാനായിട്ട് help ചെയ്യുന്നത്? Platelets. Okay. Blood consists of which fluid medium? ഏതാണ് blood fluid ആയിട്ടുള്ള ഒരു മീഡിയം ഏതാണ്? Plasma. Okay. Which blood cells is used to trap? അല്ല ഓക്കെ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇത്രയും ആണ് നമ്മൾ ഏത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലെ? ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലിയർ ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ എക്സാം എഴുതാം. പിന്നെന്താണ്, എക്സാം എഴുതുമ്പോൾ കുറച്ച് റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സാമിന്റെ ലിങ്ക് 3 മണിക്കാണ് എക്സാം എങ്കിലും 3 മണിക്കാണ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ലിങ്ക് വരാം. ആ ടൈം മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്യാം. ഒരു മാൽ പ്രാക്ടീസും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോഡ് അങ്ങനത്തെ കാര്യങ്ങൾ, കോപ്പി അടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് അറ്റൻഡ് ചെയ്യണം. പിന്നെന്തുവാ, ഓക്കെ. 1.5 മണിക്കൂറാണ് എക്സാം. 1.5 മണിക്കൂറിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാം സബ്മിറ്റ് ചെയ്യാം. ലീവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്ലാസ്സിൽ ഏത് ടീച്ചറാണോ ആരാണോ ഉള്ളത് അതൊന്ന് എന്ത് ചെയ്യാം, ക്യാമറ വേറെ ഫോണിലാണോ, ഓക്കെ, അതൊന്ന് പറഞ്ഞിട്ട് വേണം ലീവ് ആക്കാൻ. നിങ്ങളുടെ മാർക്ക് എനിക്ക് ആയിട്ടുണ്ടോന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യാം, ലീവ് ചെയ്യാനായിട്ട് നോക്കാം. ക്യാമറ വേറെ ഫോണിലാണോ, ക്യാമറ അത് കുഴപ്പമില്ല, നിങ്ങളുടെ ഫോണിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ വേറെ ഫോണിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എക്സാം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പഠിക്കാം. മെഡിക്കൽ ടെർമിനോളജിയുടെ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, എന്താണ് എന്നുള്ളത്. ആരാണ് ചോദിച്ചത്? കീർത്തിയാണ്. എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ് എന്നുള്ളതല്ലേ? പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്കിന്റെ എന്താ പറയാ, വാക്കിന്റെ ഫസ്റ്റ് ഫ്രണ്ടിൽ ചേർക്കുന്ന ആ ഒരു വേർഡിന്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിഫിക്സ് എന്ന് പറയുന്നത്. സഫിക്സ് മീൻസിട്ടുണ്ടെങ്കിൽ ആ വേർഡിന്റെ ശേഷം ആ ഒരു വേർഡിന് ബാക്കിൽ ചേർക്കുന്ന, അവസാനം ചേർക്കുന്ന വേർഡ്സിന്റെ സഫിക്സ് എന്ന് പറയുന്നത്. റൂട്ട് വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുക്കുള്ള വേർഡ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആ യൂണിറ്റ് ഓഫ് ദ വേർഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. അബ്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടേം റിട്ടേൺ വേർഡ്സ് ഉണ്ടാവില്ലേ, അതിനെയാണ് അബ്രിയേഷൻ. ചുരുക്കി എടുത്ത് നമ്മളിപ്പോ ഏതാ പറഞ്ഞത്, AKI അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി,
അതേപോലെ കുറെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ ഷോർട്ട് ഫോംസ് പറഞ്ഞില്ലേ, അതിനെയാണ് അബ്രിവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നമ്മളിപ്പോ BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, അതേപോലെ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ AHF ആന്റി ഹീമോഫിലിക് ഫാക്ടർ ആണ്. അങ്ങനത്തെ ഷോർട്ട് ഫോംസിനെയാണ് നമ്മൾ പറയുന്ന അബ്രിവേഷൻ എന്ന് പറയുന്നത്. ഇനി വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചോ അതിനായിട്ട് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? എന്താണ് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ മാം തന്നെയാണോ? അല്ലാടാ, അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. കൺഫേം ചെയ്യണത് ഹയർ അതോറിറ്റി ആണ്. അത് കൺഫേം ചെയ്യണ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇടണം എന്ന് തീരുമാനിക്കുന്നത്. അയച്ചു തരാനാട്ടോ സ്ക്രീനിൽ. മോക്ക് ടെസ്റ്റിന്റെ അതേ രൂപത്തിലാണോ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക? കാരണം മോക്ക് ടെസ്റ്റ് ഞങ്ങൾ എഴുതുമ്പോൾ ഇതേപോലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്താണ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇടാറ്. അപ്പൊ ഏകദേശം അതിന്റെ മോഡലായിരിക്കും വരാൻ ചാൻസ്. വായിച്ചു തരാനോ അതോ സ്ക്രീനിൽ കാണിക്കാനോ ചെയ്യാൻ ക്വസ്റ്റ്യൻ അവിടെ വായിച്ചിട്ട് ചെയ്യണം കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിടുമോ? അതെ, നമ്മളിപ്പോ എക്സാം എഴുതാൻ പോണത് മോഡൽ എക്സാം ആണ് എഴുതാൻ പോണത്. അപ്പോ നമുക്ക് ഇവിടെ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും എങ്ങനെയാണ് എക്സാം വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ധാരണ കിട്ടും. ആ സമയം അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഈ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നല്ല രീതിയിൽ 2-3 പ്രാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ നമ്മുടെ തന്നിരിക്കുന്ന ടോപ്പിക്കുകളെല്ലാം ഒന്ന് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാം അതില്ലേ മോർ ക്വസ്റ്റ്യൻ നമ്മളെ സബ്മിറ്റ് ചെയ്യുമ്പോ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഇതിൽ പറ്റുമോ? അങ്ങനെ പറ്റില്ലല്ലോ. എന്താണ് സബ്മിറ്റ് ചെയ്യുമ്പോ നമ്മള് ബാക്ക് അടിച്ച് പോകുമ്പോ വീണ്ടും നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വീണ്ടും നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോ തെറ്റിയാൻ കേട്ടോ. കാരണം ഇപ്പൊ 1.5 അവർ കഴിഞ്ഞ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 o'clock ആണ് എക്സാം അല്ല 4:30 കഴിഞ്ഞിട്ടുള്ള എക്സാമുകളുടെ പിന്നെ സബ്മിറ്റ് ആവുന്നതൊന്നും ഇവിടെ എടുക്കൂല. അപ്പൊ 4:30 വരെയുള്ള എക്സാമുകൾ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കി ആരൊക്കെ സബ്മിറ്റ് ചെയ്താലും നമ്മൾ അതൊന്നും എന്ത് ചെയ്യില്ല, ഇതിലെടുക്കില്ല, മാർക്കിൽ എൻറ്റർ ചെയ്യൂല. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എക്സാം കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ലാസ്റ്റ് ആ ടൈമിലേക്ക് ക്ലാഷ് ആവാതിരിക്കാൻ നോക്കുക. ലാസ്റ്റ് ടൈമിലേക്ക് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുക എന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് എററൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം റേഞ്ച് ഇല്ലാത്തവരാണെങ്കിൽ റേഞ്ച് കിട്ടണില്ല, അങ്ങനെ എന്തൊക്കെ പ്രശ്നം പറ്റുകയാണെങ്കിൽ നമുക്കത് വീണ്ടും എക്സാം ഒക്കെ എഴുതേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റീടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ വേഗം എക്സാം എഴുതുക, നല്ല സ്പീഡോട് കൂടി എഴുതുക. ലാബ് ഒന്നും അടിക്കാണ്ട് നല്ല സമാധാനത്തോടെ 1.5 മണിക്കൂർ ഉണ്ട്. 120 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് വായിച്ച് ആൻസർ ചെയ്യാം. ഓക്കെ, ടെൻഷനൊന്നും അടിക്കണ്ട. അങ്ങനെ പറയാം. നമ്മൾ PSC എക്സാമിനൊക്കെ അങ്ങനെയാണല്ലോ എഴുതാറ്. 1.5 മണിക്കൂറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. ആ ടൈമിനുള്ളിൽ 120 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങള് ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും നമുക്ക് ലൈവ് റെക്കോർഡ് ചെയ്യണത്. ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യണം കേട്ടോ. ക്യാമറ റെക്കോർഡ് ചെയ്യണത് ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും. എക്സാം എഴുതുന്നത് ലിങ്ക് ആയിരിക്കും. ആ ലിങ്ക് വഴി കയറിയാണ് എക്സാം എഴുതുന്നത്. മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റെഫർ മാം നമ്മളെ ക്വസ്റ്റ്യനൊക്കെ സബ്മിറ്റ് ചെയ്യണതിന് മുമ്പായിട്ട് നമ്മള് ആൻസർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആൻസർ ചേഞ്ച് ചെയ്യാൻ പറ്റും. സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാൻ പറ്റില്ല. കൺഫേം ആണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ആ ടെൻഷനൊന്നും അടിക്കേണ്ട ആരും ആ ടൈമിലേക്ക് കൂളായിട്ട് ഇരിക്കുക. ആ ഒരു 1.5 hours കഴിയുമ്പോൾ ചില കുട്ടികൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാതെ ഒക്കെ വരാറുണ്ട്. ഒരുപാട് ടെൻഷനായിട്ട് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കില്ല. ആദ്യമായിരിക്കുമല്ലോ ഓൺലൈൻ എക്സാം എഴുതാൻ പോകുന്നത് അല്ലെ? എനിക്ക് മുമ്പ് ഓൺലൈൻ എക്സാം ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. കാര്യങ്ങളൊക്കെ കൂളായിട്ട് എടുക്കാം. നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതുക. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എക്സാം എഴുതാൻ നോക്കുക. അപ്പോ
താങ്ക് യു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ബെസ്റ്റ് വിഷസ്. ഇനി താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Next our class.